ഹായ് ഗൈസ്, നിങ്ങൾ സ്വന്തമായി ഐറ്റിനറി ഉണ്ടാക്കി യാത്ര ചെയ്യുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. യാത്രയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ സ്വന്തമായി നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ സാധിക്കും. യാത്രയിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഫ്ലൈറ്റാണ്. നമ്മൾ ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സൗത്തിൽ നിന്ന് തുടങ്ങി സെൻട്രൽ നോർത്ത്, അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് തുടങ്ങി സെൻട്രൽ സൗത്ത്, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എപ്പോഴും ഡിലേ വരാറുണ്ട്, അതുപോലെ ക്യാൻസലേഷനും വരാറുണ്ട്. ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ട്രാവൽ ഏജൻസി വഴി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ അവരായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തു തരും. ഞാൻ എൻ്റെ എല്ലാ യാത്രയിലും ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത് എയർവേ ടൂർസ് ആൻഡ് ട്രാവൽ വഴിയാണ്. ഇവരുടെ നല്ല സപ്പോർട്ട് എനിക്ക് ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരിക്കലും നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ അവിടെ എത്തുന്ന ആ ദിവസം ഒന്നും പ്ലാൻ ചെയ്യരുത്. നെക്സ്റ്റ് ഡേ ഒരു ഫ്രഷ് ഡേ വേണം പ്ലാൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഹിൽ ടോപ്പിലേക്ക് വേണ്ടി കേബിൾ കാർ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകും. അതുപോലെ തീം പാർക്കിലേക്ക് ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നഷ്ടമാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹോട്ടൽ ബുക്കിങ്ങും നമ്മളെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റുമാണ്. ഇത് രണ്ടും നിർബന്ധമായും ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് വിസയാണ്. വിസ നമുക്ക് തായ്ലാൻഡിലേക്കാണെങ്കിൽ ഓൺ അറൈവൽ കാർഡാണ് എടുക്കേണ്ടത്. അത് ഫ്രീ ആണ്, അതിന് ചാർജൊന്നുമില്ല. അത് നമുക്ക് 72 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് എടുക്കേണ്ടത്. അതായത് നമ്മൾ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 1 ദിവസം മുമ്പ് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് തന്നെ സ്വന്തമായി എടുക്കാവുന്നേ ഉള്ളൂ. തായ്ലൻഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഏത് ഇമെയിൽ ഐ ഡിയാണോ കൊടുത്തത് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് വിസ വരും. വിയറ്റ്നാം വിസയാണെങ്കിൽ ഫ്രീ അല്ല, ചാർജ് ഉണ്ട്. ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 2500 രൂപയാണ് വരുന്നത്. അതും നമുക്ക് ഓൺലൈനിൽ തന്നെ എടുക്കാം. വിയറ്റ്നാം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് സ്കാൻ ചെയ്ത് ഒരു PDF ഫയലാക്കി വെക്കുക. അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇതിൻ്റെ കൂടെ വെക്കണം. ഇത് രണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിലുള്ള ഫോട്ടോയും ഈ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയും തമ്മിൽ മാച്ച് ആവണം. ഇല്ലെങ്കിൽ വിസ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇനി വേണ്ടത് കറൻസിയാണ്. തായ്ലൻഡിലെ കറൻസി എന്ന് പറയുന്നത് തായ് ബാത്താണ്. അത് നമ്മുടെ നാട്ടിലെ എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ വിയറ്റ്നാമിലെ കറൻസി നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡോളർ കൊണ്ടുപോയി അവിടുന്ന് വിയറ്റ്നാമീസ് ഡോങ്കിലേക്ക് ആ ഡോളർ മാറണം. ഇതിൻ്റെ കൂടെ ട്രാവൽ ഇൻഷുറൻസും കൂടി വേണം. എയർപോർട്ടിൽ നിന്ന് ചോദിക്കില്ല, പക്ഷേ നമ്മൾ എടുക്കലായിരിക്കും നല്ലത്. നിങ്ങൾക്ക് തായ്ലൻഡ് വിയറ്റ്നാം യാത്രയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ മറുപടി തരുന്നതായിരിക്കും.